9-ാമത്തെ സങ്കീർത്തനം 4-ാം വാക്യം. നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 9-ാമത്തെ സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തൻ്റെ പ്രതിബന്ധങ്ങളിൽ താനായിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ശത്രുക്കൾ വളരെയുണ്ട്. എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങിയാൽ ഇടറി വീണു, നിന്റെ സന്നിധിയിൽ ഞാൻ നശിച്ചു പോകും എന്നൊക്കെ സങ്കടപൂർവ്വം പറഞ്ഞിട്ട് താൻ പറയുകയാണ്, ദൈവമേ, അവിടുന്ന് എൻ്റെ കാര്യം നടത്തി തരുന്ന ദൈവമാണ്. നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ പറയുമ്പോൾ പൂർണ്ണമായി നടത്തി തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. രണ്ടാമത് പറയാണ്, എൻ്റെ വ്യവഹാരം നടത്തിയിരിക്കുന്നു. അതൊരു കോടതി വാക്കാണ്. എന്നോട് എതിർക്കുന്നവരോട് എതിർക്കുവാനായിട്ട് എനിക്ക് ശക്തിയില്ല. എന്നോട് പൊരുതുന്നവരോട് പൊരുതുവാൻ എനിക്ക് ശക്തിയില്ല. എനിക്ക് നീതി ലഭിക്കുന്നത് അങ്ങയുടെ കോടതിയിൽ മാത്രമാണ്. ദൈവമാണ് ആത്യന്തികമായ നന്മകളും അനുഗ്രഹങ്ങളും ചൊരിയുന്നത്. നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, അപമാനിക്കുന്ന ഓരോരുത്തരുടെ മുമ്പാകെ നീ എനിക്ക് നീതിയും വ്യവഹാരവും നടത്തിയിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയണം എന്ന് വരികിൽ ദൈവത്തിൻ്റെ കൃപ ജീവിതത്തിൽ എത്രമാത്രം പകർന്നിരിക്കണം. ദൈവം നടത്തിയ വഴികളെ തിരിഞ്ഞു നോക്കി ദൈവത്തോട് നമുക്ക് നന്ദി പറയാം.